ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് സിവിൽ. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ വീക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് ആദ്യമേ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത് ഇറിഗേഷൻ ആൻഡ് ഹൈഡ്രോളജി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അപ്കമിങ് കുറച്ച് എക്സാംസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് PSC. അപ്പോൾ ഒരുപാട് എക്സാംസ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ എക്സാംസിനും ഓവർസിയർ ഗ്രേഡ് 2 AE എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഓവർസിയർ ഗ്രേഡ് 2 എക്സാംസ് നോട്ടിഫിക്കേഷൻ PSCയുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. The time required to reach the equilibrium condition in a hydrograph is known as time of concentration. അപ്പോൾ നമ്മൾ ഹൈഡ്രോഗ്രാഫ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രാഫാണ്, ഡിസ്ചാർജും ടൈമും വെച്ച് പ്ലോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് ഹൈഡ്രോഗ്രാഫ്. അപ്പോൾ അതിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ റീച്ച് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയം അതിനെയാണ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ട്രിക്കിൾ ഇറിഗേഷൻ. അപ്പോൾ നമ്മൾ കുറച്ച് ഇറിഗേഷൻസിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സ്പ്രിംഗ്ലർ ഇറിഗേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു ടൈപ്പ് ഇറിഗേഷനാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ ഡയറക്റ്റ്ലായിട്ട് അതിൻ്റെ റൂട്ട് സോണിൽ, പ്ലാന്റിൻ്റെ റൂട്ട് സോണിൽ തന്നെ വാട്ടർ അപ്ലൈ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മെത്തേഡ് കൂടുതലും അഡോപ്റ്റ് ചെയ്യുന്നത് ഒരു ഇറിഗേഷന് സ്കാർസിറ്റി, ഒരു അക്യൂട്ട് സ്കാർസിറ്റി ഉണ്ടായിരിക്കുമ്പോഴും, ഇറിഗേഷൻ വാട്ടറിന് അക്യൂട്ട് സ്കാർസിറ്റി ഉണ്ടായിരിക്കുമ്പോൾ, അതുപോലെ തന്നെ അതർ സോൾട്ട് പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്താണ് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഡ്രിപ്പ് ഇറിഗേഷൻ്റെ മറ്റൊരു പേരാണ് ട്രിക്കിൾ ഇറിഗേഷൻ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ ട്രിക്കിൾ ഇറിഗേഷൻ എന്ന ഡെഫിനിഷനായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, ചിലപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ വേറൊരു പേര് അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ കൺഫ്യൂഷനാണ്, രണ്ടും പഠിച്ചു വയ്ക്കുക. ഡ്രിപ്പ് ഇറിഗേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ട്രിക്കിൾ ഇറിഗേഷൻ. Under sluices are used to score away the silt deposited in front of the head regulator. അപ്പോൾ ഈ ഹെഡ് റെഗുലേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സിൽറ്റിനെയൊക്കെ സ്കോർ ചെയ്യാൻ, ദൂരോട്ട് എവിടെ ഇങ്ങോട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അണ്ടർ സ്ലൂയിസസ്. The vertical distance between the affluxed HFL and lowest point of bridge superstructure is vertical clearance. അതായത് HFLും ബ്രിഡ്ജ് സൂപ്പർസ്ട്രക്ചറിൻ്റെ ലോവസ്റ്റ് പോയിൻറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അതാണ് വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വെർട്ടിക്കൽ ക്ലിയറൻസ്, ഫ്രീ ബോർഡ്, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട് പഠിക്കാൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ച് വയ്ക്കുക. അഫ്ലക്സ്ഡ് HFLും ലോവസ്റ്റ് പോയിൻ്റ് ഓഫ് ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ, ഇതിനിടയ്ക്കുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓവർ ഇറിഗേഷൻ റിസൾട്ട്സ് ഇൻ വാട്ടർ ലോഗിങ്. നമ്മൾ ഓവറായിട്ട് ഇറിഗേഷൻ ചെയ്യുമ്പോൾ വാട്ടർ ലോഗിങ്ങിനായിരിക്കും റിസൾട്ട് ചെയ്യുന്നത്. The sectional area at the site of a bridge through which water flows is known as waterway. നമ്മൾ ബ്രിഡ്ജിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഏരിയ, ആ ഒരു സൈറ്റിൽ ആ ഒരു ഏരിയയാണ് വാട്ടർവേ എന്ന് പറയുന്നത്. A concrete or masonry structure built across a stream of river to raise water level on the upstream side and allow excess water to flow to the downstream side is called weir. very important ആണ് വിയർ. എക്സാംസിന് കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ടോപ്പിക്കാണ് വിയർ എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, വിയർ എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ ഒരു മേസറിൻ്റെ സ്ട്രക്ചർ ആയിരിക്കും. റിവറിന് എക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അപ്സ്ട്രീം സൈഡിലെ വാട്ടർ ലെവൽ റൈസ് ചെയ്യാനാണ് അതങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്നിട്ട് എക്സസ് വാട്ടർ ഡൗൺ സ്ട്രീം സൈഡിലോട്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെയാണ് വിയർ എന്ന് പറയുന്നത്. അപ്സ്ട്രീം സൈഡ് റൈസ് ചെയ്യും, വാട്ടർ ലെവൽ റൈസ് ചെയ്തിട്ട് ആ എക്സസ് ആയിട്ടുള്ള വാട്ടർ ഡൗൺ സ്ട്രീം സൈഡിലോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രക്ചറിനാണ് വിയർ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ലെവൽ റൈസ് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതാണ് വിയർ എന്ന് പറയുന്നത്. The best alignment of the off-taking channel is 0 degree angle with the parent channel. ഒരു off-taking ചാനലിലെ ബെസ്റ്റ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് പാരൻറ്റ് ചാനലുമായിട്ട് 0 degree ആംഗിൾ ആണ് ബെസ്റ്റ് അലൈൻമെൻറ്റ് ഓഫ് ദ off-taking channel. The smallest division on the graduated jar of the Siemens rain gauge is 0.2 mm. അപ്പം നമ്മൾ സൈമൺസ് റെയിൻ ഗേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു, നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് ആണ്. അപ്പോൾ അതിൽ ഗ്രാജുവേറ്റർ ജാറിൻ്റെ സ്മോളസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.2 mm ആണ്. The optimum depth for core watering of rice is 190 mm. നമ്മൾ കോർ വാട്ടറിങ് എന്താണെന്ന് മുമ്പ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഗ്രോ ചെയ്തതിന് ശേഷം ഫസ്റ്റ് വാട്ടറിങ് ആണ് കോർ വാട്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ റൈസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, റൈസിൻ്റെ എന്ന് പറഞ്ഞാൽ 190 mm ആണ്. യൂണിറ്റ് ശ്രദ്ധിക്കുക, mmലാണെങ്കിൽ 190 ആണ്, അല്ല സെൻറ്റിമീറ്ററിലാണെങ്കിൽ 19 സെൻറ്റിമീറ്റർ എന്നായിരിക്കും. പിന്നെ കുറച്ച് വാല്യൂ നമ്മൾ വീട്ടിൽ പഠിക്കാണ്ട് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 13.5 സെൻറ്റിമീറ്ററും
ഷുഗർ കെയിൻ്റെ 16.5 16.5 സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ സെൻറ്റിമീറ്ററിൽ പഠിച്ചു വെച്ചാൽ മതി. റൈസിൻ്റെ 19 സെൻറ്റിമീറ്റർ, പിന്നെ 13.5 വീറ്റും 16.5 ഷുഗർ കെയിൻ. ഇത് പഠിച്ചു വെച്ചാലും മതി. ഇത് കുറച്ച് വേറെ കുറേ 2-3 ഉണ്ട്. അത് കൂടുതലും റൈസിൻ്റെതാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പം റൈസിൻ്റെ പക്ക പഠിച്ച് വയ്ക്കുക. കൂടെ ബാക്കിയുള്ളത് കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. യൂണിറ്റ് ശ്രദ്ധിക്കുക. ഡെപ്ത് ഓഫ് ഷാലോ വെൽ ഈസ് നോട്ട് മോർ ദാൻ 30 മീറ്റർ. ഷാലോ വെല്ലിൻ്റെ ഡെപ്ത് 30 മീറ്ററിനേക്കാളും കൂടാൻ പാടില്ല. എ കൾവേർട്ട് ഹാസ് എ സ്പാൻ യൂഷ്വലി ലെസ് ദാൻ 6 മീറ്റർ. അപ്പം കൾവേർട്ടിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 6 മീറ്റർ ആണ് എങ്കിൽ അതിനെ കൾവേർട്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. പ്രീവിയസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സ്പാൻ ലെസ് ദാൻ 6 മീറ്റർ ആണ് എങ്കിൽ അത് ഏതാണ്? കൾവേർട്ടാണ്. അല്ലെങ്കിൽ കൾവേർട്ടിൻ്റെ സ്പാൻ എത്രയാണ് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. A stream which is pre-existing mountains and plateaus and cut across them is called antecedent. അതായത് ഒരു സ്ട്രീം പ്രീ-എക്സിസ്റ്റിംഗ് മൗണ്ടെയ്ൻസും പ്ലാറ്റ്യൂസും അക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് പോകുന്ന ഒരു സ്ട്രീമിനെയാണ് ആൻറ്റിസിഡൻറ്റ് എന്ന് പറയുന്നത്. The pervious layer consists of sand and gravel supplying drinking water is known as aquifer. അപ്പോൾ പെർവിയസ് ലെയർ എന്ന് പറയുന്നത് പോറസ് പെർമിയബിൾ ലെയർ. അതിന് പെർവിയസ് ലെയർ എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ കടത്തി വിടുന്ന ആ ഒരു ലെയേഴ്സാണ് പെർവിയസ് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ലെയറിൽ സാൻഡും ഗ്രാവലും ഉണ്ട്. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിന് സപ്ലൈ ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ലെയറിനാണ് അക്യുഫർ എന്ന് പറയുന്നത്. When groins are points towards downstream, it is known as attracting. അപ്പോൾ നമ്മൾ ഗ്രോയിൻസ് ഓർ സ്പേഴ്സ് എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗ്രോയിൻസ് ഡൗൺ സ്ട്രീം സൈഡിലോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതിനാണ് അട്രാക്റ്റിംഗ് ഗ്രോയിൻസ് എന്ന് പറയുന്നത്. ഗ്രോയിൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അട്രാക്റ്റിംഗ് ഉണ്ട്, റിപ്പല്ലിംഗ് ഉണ്ട്, ഡിഫ്ലക്റ്റിംഗ് ഉണ്ട്, ഹോക്കി ഗ്രോയിൻസ് ഉണ്ട്, ടി ഷേപ്ഡ് ഓർ ഡെനീസ് ഗ്രോയിൻസും ഉണ്ട്. അപ്പോൾ അതിൽ അട്രാക്റ്റിംഗ് ഗ്രോയിൻസ് എന്ന് പറയുമ്പോൾ ഡൗൺ സ്ട്രീം സൈഡിൽ പോയിന്റ് ചെയ്തിരിക്കുന്ന ഗ്രോയിൻസാണ് അട്രാക്റ്റിംഗ്. പിന്നെ ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം, ഒരു ആംഗിളുണ്ട്. ആംഗിൾ പറയുന്നുണ്ട്. ആംഗിൾ 60 to 75 ഡിഗ്രി ടുവേർഡ്സ് ഡൗൺ സ്ട്രീം സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ച് വയ്ക്കാൻ എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഗ്രോയിൻസിൻ്റെ അട്രാക്റ്റിങ്ങിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം സൈഡായിട്ട് വയ്ക്കുന്ന ആംഗിൾ 60 to 75 ഡിഗ്രിയാണ് ഡൗൺ സ്ട്രീം സൈഡിൽ. അത് റിപ്പല്ലിംഗ് ഗ്രോയിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അപ്പ് സ്ട്രീം സൈഡിലോട്ട് പോയിന്റ് ചെയ്തിരിക്കുന്നതാണ് റിപ്പല്ലിംഗ് ഗ്രോയിൻ്റെ. അപ്പോൾ അതിൻ്റെ ആംഗിൾ 30 ഡിഗ്രി ടു ദ അപ്പ് സ്ട്രീം സൈഡാണ്. അതുപോലെ തന്നെ വരുന്നത് ഹോക്കി ഗ്രോയിൻ. ഹോക്കി ഗ്രോയിൻ നമ്മൾ ഹോക്കി സ്റ്റിക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ, അതായത് ഹെഡ് ഒരു ഹോക്കി സ്റ്റിക്കിൻ്റെ ഷേപ്പിൽ കർവ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡൗൺ സ്ട്രീം സൈഡിൽ, അതായത് ഹെഡ് ഓഫ് ദ ഗ്രോയിൻ ഈസ് കർവ്ഡ് ടുവേർഡ്സ് ഡൗൺ സ്ട്രീം ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹോക്കി സ്റ്റിക്ക്. ഹോക്കി സ്റ്റിക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ ഹെഡ് കർവ് ചെയ്തിരിക്കുന്ന, ഡൗൺ സ്ട്രീമിലോട്ട് കർവ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈപ്പ് ഗ്രോയിൻസാണ് ഹോക്കി ഗ്രോയിൻസ്. അപ്പോൾ ആ ഹോക്കി സ്റ്റിക്കിൻ്റെ ആ ഒരു ഷേപ്പിലുകൊണ്ടാണ് ഹോക്കി ഗ്രോയിൻസ് എന്ന് പേര് വന്നത്. അപ്പോൾ ഇത് ഒരു അട്രാക്റ്റിംഗ് ഗ്രോയിൻ അതിൻ്റെ ആ ഒരു ബിഹേവാണ് ചെയ്യുന്നത്. അതേപോലത്തെ ബിഹേവാണ് അതിന് ഉള്ളത്. പിന്നെ ഉള്ളത് ടി ഷേപ്ഡ് ഗ്രോയിനാണ്. ടി ഷേപ്ഡ് ഓർ ഡെനീസ് ഗ്രോയിനാണ്. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഗ്രോയിനാണ്. അതിൻ്റെ ഹെഡ് ഒരു ടി ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ് ടി ഷേപ്പ് ഗ്രോയിൻ എന്ന് പറയുന്നത്. അപ്പം ഗ്രോയിൻസ് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് വയ്ക്കുക. അട്രാക്റ്റിംഗ് റിപ്പല്ലിംഗ് ചോദിച്ചിട്ടുണ്ട്. ആംഗിളും പഠിച്ച് വയ്ക്കുക. അട്രാക്റ്റിങ്ങിൻ്റെ 60 to 75 ഡിഗ്രിയും റിപ്പല്ലിങ്ങിൻ്റെ 30 ഡിഗ്രി ടു അപ്സ്ട്രീം സൈഡുമാണ്. To avoid tension in the base of the dam or retaining wall, eccentricity should be less or equal to b/6. അതായത് റീറ്റൈനിങ് വാളിൻ്റെ അല്ലെങ്കിൽ ഡാമിൻ്റെ ബേസിൽ ടെൻഷൻ അവോയ്ഡ് ചെയ്യണമെങ്കിൽ എക്സെൻട്രിസിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു b/6 ആയിരിക്കണം. ആൻഡ് ഐഡിയൽ ക്രോപ്പ് ഓഫ് സീവേജ് ഇറിഗേഷൻ ഈസ് ബനാന. അപ്പം സീവേജ് ഇറിഗേഷൻ്റെ ഐഡിയൽ ക്രോപ്പ് എന്ന് പറയുന്നത് ബനാനയാണ്. ദ ഗ്രൗണ്ട് വാട്ടർ കോൺട്രിബ്യൂഷൻ ടു ദ സ്ട്രീം ഈസ് നോൺ ആസ് ബേസ് ഫ്ലോ. The distance between the top of canal bank and top edge of cutting is termed as berm. നമ്മൾ ഇറിഗേഷനിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് പഠിക്കാറുണ്ട്. ബേസിക്കായിട്ട് ടേംസ് ഇറിഗേഷനിൽ പഠിക്കാറുണ്ട്. അപ്പോൾ അതിലൊരു ടേമാണ് ബേം എന്ന് പറയുന്നത്. അത് ടോപ്പ് ഓഫ് കനാൽ ബാങ്കിൻ്റെ ടോപ്പും അതുപോലെ തന്നെ ടോപ്പ് എഡ്ജ് ഓഫ് കട്ടിങ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ബേം എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ ബാക്കി ടേംസ് കുറച്ചായിട്ട് പഠിക്കാം. അപ്പോൾ കുറച്ച് ലെങ്തിയാണ്, കുറച്ച് കൂടുതൽ ഏകദേശം ഒരു 5ാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നത്. അപ്പം കുറച്ചുകൂടി വീഡിയോ ചെയ്യേണ്ടി വരും. ഒരു 4-5 വീഡിയോ കൂടെ ആയാൽ മാത്രമേ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇതിടയ്ക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.